ഗൈസ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നൈൻ സ്ലിപ്പിൽ നമ്മുടെ ഫോട്ടോ വരും നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ നൈൻ സ്ലിപ്പ് ചെയ്യാനായിട്ട് ക്യാൻവ ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. താഴെ ഒരു പ്ലസ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഏത് സൈസാണോ വേണ്ടത് അത് ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ A3 സൈസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. താഴെ കുറച്ച് ടാബുകൾ കാണാം, ഡിസൈൻ, എലിമെൻറ്റ്, ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ എലിമെൻറ്റ് ടാബ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം ഒന്ന് സെർച്ച് ചെയ്തെടുക്കാം ഫ്രെയിം എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ടൈപ്പിലുള്ള ഫ്രെയിം നമുക്ക് ഓപ്പൺ ആവും ഒരു പേജിൽ. അതിൽ ഗ്രാഫിക്സിൻ്റെ അകത്ത് നിന്ന് ഞാനൊരു ഫ്രെയിം സെലക്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ബോർഡറിൽ വരുന്ന ഒരു ഫ്രെയിമാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ ടോപ്പിൽ കോർണറിലോട്ട് ഇതുപോലെ ഒന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു റോയിൽ ഒരു 3 ഫ്രെയിം വരുന്ന, മൊത്തത്തിൽ 3 ഫ്രെയിം വരുന്ന രീതിയിലൊന്ന് വരുന്ന ആ ഒരു സൈസിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 ഫ്രെയിം ആ ഒരു റോയിൽ സെറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം നമുക്കൊന്ന് എലിമെൻറ്റ് ടാബ് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം ഷേപ്പിലുള്ള ഫോട്ടോ ഫ്രെയിമുകൾ കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഫ്രെയിമാണോ വേണ്ടത് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോട്ടോ ഫ്രെയിം തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഫ്രെയിംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് റൗണ്ടോ സ്ക്വയറോ എങ്ങനത്തെയാണ് വേണ്ടത് നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഫോട്ടോ ഫ്രെയിം ആണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ചെറിയ സൈസ് നമ്മൾ ആദ്യം വെച്ച ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ ആ ഒരു ഫ്രെയിമിൽ മാത്രമേ സെറ്റ് ചെയ്ത് എടുക്കുന്നുള്ളൂ ആദ്യം ഫോട്ടോ ഫ്രെയിം. ഇനി അടുത്ത് നമുക്ക് ടെസ്റ്റ് ടാബ് ഒന്ന് സെലക്ട് ചെയ്ത ശേഷം അതിൽ ആഡ് സബ് ഹെഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നൈം എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കോളനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ടോപ്പ് പോർഷനിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് അലൈൻമെൻറ്റൊക്കെ കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി എലിമെൻറ്റ് ടാബ് എടുത്ത ശേഷം ലൈൻ എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതിൽ ഞാൻ ഡോട്ടഡ് ലൈനാണ് എടുത്തേക്കുന്നത്. അത് നമ്മൾ നേരെ നൈമിൻ്റെ നേരെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ലെങ്ത് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ടൈപ്സ് ലൈൻസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത സ്റ്റാൻഡേർഡ് ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും നമ്മൾ ടെസ്റ്റ് ടാബ് സെലക്ട് ചെയ്ത ശേഷം അതിൽ നിന്ന് സബ് ഹെഡിങ് ഓപ്ഷൻ എടുത്ത ശേഷം സ്റ്റാൻഡേർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നേരെ നമ്മൾ വീണ്ടും ഡോട്ടഡ് ലൈൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സെയിം റോയുടെ അകത്ത് തന്നെയാണ് നമ്മൾ ഡിവിഷനും ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാതെ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്യുമ്പോൾ നൈമും സ്റ്റാൻഡേർഡും ഡിവിഷനും ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഓരോ വട്ടമായിട്ട് നമ്മൾ ടെസ്റ്റ് ടാബ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ സബ് ഹെഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടായിരിക്കണം ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫോണ്ട് സൈസും ഫോണ്ടും ഒക്കെ ഒരു സെയിം ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഡിവിഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത റോയിലായിട്ടാണ് കേട്ടോ റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് നേരെയും ഡോട്ടഡ് ലൈൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് ആയിട്ട് സ്കൂളാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് ഒരു എക്സ്ട്രാ ഒരു ഡോട്ടഡ് ലൈനും കൂടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാത്തിൻ്റെ അലൈൻമെൻറ്റ് ഒരേ ലെവലായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് നമ്മുടെ നൈം സ്ലിപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒരു റോയിൽ ഒരു 3 ഫ്രെയിം വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. അതിൽ റിമൈനിങ് ആയിട്ടുള്ള 2 ഫ്രെയിം നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് മാറ്റാം തൽക്കാലം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു വൈറ്റ് സ്ക്രീനിൽ എവിടെയെങ്കിലും ടാപ്പ് ചെയ്യുമ്പോൾ താഴത്തെ പോർഷനിൽ കുറച്ചധികം ടാബുകൾ ഓപ്പൺ ആവും. അതിൽ ലെയർ ടാബ് ഓപ്പൺ ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെലക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതിനുള്ളിൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് കൊടുക്കണം. നിങ്ങൾ ഇത്രയും ചെയ്യുമ്പം സ്ക്രീനിൽ ഒരു പോപ്പപ്പ് മെനു വരും, അതിലൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തായിട്ട് ഒരു പ്ലസ് ബട്ടണും കൂടെ കാണണം. ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്ത നൈം സ്ലിപ്പിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരും. ഇനി വീണ്ടും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ എടുത്ത് ആ ഒരു റോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. കണ്ടോ? ഇനി അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു പേജ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ടൈം എടുക്കും. അപ്പം അതിനായിട്ട് വൈറ്റ് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന്
ടാപ്പ് ചെയ്യുമ്പോൾ താഴെ ലെയർ എന്ന് പറഞ്ഞൊരു ടാബ് ഓപ്പൺ ആവും. എന്നിട്ട് ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് സെലക്ട് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു 3 9 സ്ലിപ്പാണ് കേട്ടോ, ആ ഒരു 3 കുഞ്ഞു സ്ക്വയർ ആയിട്ട് കിടക്കുന്നത്, അത് 3 സെലക്ട് ചെയ്ത് ഡൺ കൊടുത്ത് വീണ്ടും ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു പേജ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. അടുത്ത പരിപാടി ഈ ഓരോ ഫോട്ടോ ഫ്രെയിമിനുള്ളിൽ നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ഫോട്ടോസ് ആണെങ്കിൽ ഫോൺ ഗാലറിയിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇതിലോട്ട് ഓരോ ഫോട്ടോ ഫ്രെയിമിനുള്ളിലോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ആണെങ്കിൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താലും നിങ്ങളുടെ ഗാലറിയിലായിരിക്കും വന്ന് കിടക്കുന്നത്. അതിൽ നിന്ന് ഓരോ ഫോട്ടോ ഫ്രെയിമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാൻവ ആപ്പിൽ തന്നെ എലിമെൻറ്റ് ടാബ് എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ടെഡി ബിയർ, യൂണിക്കോൺ പോലുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും കിട്ടും. അത് നിങ്ങൾ ഓരോ ഫോട്ടോ ഫ്രെയിമിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു 2 സെറ്റ് 9 സ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ പിക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.